പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എങ്ങനെ ഉപവസിക്കണം? എത്ര നേരം ഉപവസിക്കണം? എത്ര തവണ ഉപവസിക്കണം? എങ്ങനെ ഈ ഉപവാസം അവസാനിപ്പിക്കണം എന്നൊക്കെ. ഉപവാസത്തിന്റെ ശക്തി എന്താണ് എന്നും ഉപവാസത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളെക്കുറിച്ചും വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് ഉപവാസം. പൊതുവെ ഉപവാസം എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതിരിക്കുക എന്നല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാലും 40 ദിവസം വരെ ആളുകൾ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഉപവസിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ ഉപവസിക്കണമെന്ന് ചോദിക്കുന്നവരിൽ പലരും ഒരുപാട് വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളാണ്, പള്ളിയിൽ പോകുന്നവരുമാണ്. ബൈബിളിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. എങ്കിലും എങ്ങനെ ഉപവസിക്കണമെന്ന് അധികം ആരും തന്നെ പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. മത്തായി 6-ാം അധ്യായത്തിലുള്ള ഗിരിപ്രഭാഷണത്തിൽ യേശു ആദ്യം പ്രാർത്ഥനയും ഉപവാസത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും സമാനമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അതിനൊരു മാതൃകാ പ്രാർത്ഥനയുണ്ട്. അതിനെ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. എന്നാൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും തമ്മിൽ ഒരേപോലെയുള്ള അടിസ്ഥാനമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. നാം എല്ലാവരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അതുപോലെ തന്നെ കൂടെ ഉള്ളവരുമായിട്ട് ഗ്രൂപ്പായിട്ടും പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുള്ള പ്രാർത്ഥന എന്നത് പ്രാർത്ഥനാ യോഗത്തെയും സൂചിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് വ്യക്തിഗത പ്രാർത്ഥന. ഉപവാസവും ഇതേപോലെ തന്നെയാണ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ഉപവസിക്കാറുമുണ്ട്, വ്യക്തിപരമായിട്ട് ഉപവസിക്കുന്ന വ്യക്തിഗത ഉപവാസവും ഉണ്ട്. അതേപോലെ തന്നെ 2 തരത്തിലുള്ള പ്രാർത്ഥനകളുമുണ്ട്. എല്ലാ ദിവസവും ഇന്ന സമയത്ത് ചെയ്യുന്ന ഒരു പതിവ് പ്രാർത്ഥന, അതേപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം പൊതുവെ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം എടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സമയങ്ങൾ. ഉപവാസത്തിനും ഇത് ബാധകമാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉപവാസം എന്ന് പറയുന്നത് ഒരു പതിവ് പരിശീലനമായിരിക്കണം. അതായത് നാം പൊതുവെ ചെയ്യുന്ന ഉപവാസമുണ്ട്, അതേപോലെ തന്നെ ഉപവാസത്തിന് കൂടുതൽ ഊന്നൽ നൽകാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന സമയങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. വ്യക്തിഗത പ്രാർത്ഥനയും ഗ്രൂപ്പായിട്ടുള്ള പ്രാർത്ഥനയും ഉള്ളതുപോലെ തന്നെ വ്യക്തിഗത ഉപവാസവും ഗ്രൂപ്പായിട്ടുള്ള ഉപവാസവും ഉണ്ട്. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അസാധാരണമായ പ്രാർത്ഥനാ സമയങ്ങളും ഉള്ളതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പതിവ് ഉപവാസ രീതികൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന പ്രത്യേക ഉപവാസ സമയങ്ങളും ഉണ്ടായിരിക്കണം. എല്ലാ ക്രിസ്ത്യാനികളും ഉപവസിക്കണോ? ബൈബിളും ആദിമസഭയുടെ ചരിത്രത്തെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപവാസം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഒരു സാധാരണ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പാപപരിഹാര ദിവസവും പഴയ നിയമത്തിന് കീഴിലുള്ള സമയത്തും വർഷത്തിൽ ഒരു പ്രാവശ്യം ഇസ്രായേൽ കൂട്ടായിട്ട് ഉപവസിക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. മോശ, ഏലിയ, അതേപോലെ തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന പല രാജാക്കന്മാരും ഉപവസിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം പറയുന്നതനുസരിച്ച് ആദിമസഭ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വീടുകളിൽ ഒരുമിച്ച് ഉപവസിക്കുമായിരുന്നു. അപ്പോസ്തലന്മാരെ സുവിശേഷത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കുന്ന സമയത്തും ആദിമസഭ ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിനു വേണ്ടി ഗ്രൂപ്പായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഉപവസിക്കാൻ എങ്ങനെ തയ്യാറെടുക്കണം? ഉപവസിക്കാൻ ആദ്യം ഒരുങ്ങേണ്ടത് നമ്മുടെ മൈൻഡാണ്, അതായത് നമ്മുടെ മനസ്സാണ്. അത് അത്യാവശ്യമാണ്. ഇത് ഈ ഉപവാസം നന്നായിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പോസിറ്റീവ് മൈൻഡ് സെറ്റോടെയാണ്, അതായത് നല്ല മനസ്സോടെയും വിശ്വാസത്തോടെയും വേണം നാം ഉപവസിക്കാൻ. നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഉപവസിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഉപവസിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന്. ഉപവസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് നമുക്ക് പ്രത്യേക ഒരു തോന്നലോ വെളിപ്പെടുത്തലോ ആവശ്യമില്ല. കാരണം ബൈബിൾ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക അടയാളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ പ്രത്യേക വെളിപ്പെടുത്തൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം കാത്തിരുന്ന അവരുടെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നഷ്ടപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല. ആത്മീയമായി ശരിയായ ഉദ്ദേശത്തോടെയാണ് നാം ഉപവസിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് ഉറപ്പായിട്ടും പ്രതിഫലം തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബൈബിളും ആ കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകുന്നുണ്ട്. യേശു പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ തേക്കുകയും മുഖം കഴുകുകയും ചെയ്യുക. അങ്ങനെയായാൽ നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കുകയും നിങ്ങളുടെ അദൃശ്യനായ പിതാവ് മാത്രം അറിയുകയും ചെയ്യും. നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന്. ഇത് വ്യക്തമായൊരു വാഗ്ദത്തമാണ്. ശരിയായ ഉദ്ദേശത്തോടെ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപവസിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് പരസ്യമായി പ്രതിഫലം തരും.
ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനുമുള്ള ഒരു അടിസ്ഥാന തത്വം എബ്രായ ലേഖനം പറയുന്നുണ്ട്. എബ്രായർ 11-6 നമ്മോട് പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം. ദൈവത്തിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നയാൾ ദൈവം ഉണ്ടെന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതാണ്. നാം ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കണമെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തോട് അടുക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലതാനും. യെശയ്യാവ് 58 ദൈവഹിതം അനുസരിച്ച് ഉപവസിക്കുന്നവർക്ക് എന്തെല്ലാം നന്മകൾ കിട്ടുമെന്ന് പറയുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ ചിലത് നമുക്ക് നോക്കാം. ഉപവാസം ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ നന്മകളെല്ലാം ഉണ്ടാകുമെന്ന് ദൈവം തന്നെ വാഗ്ദത്തം ചെയ്തു. അപ്പോൾ നിന്റെ പ്രകാശം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നിന്റെ പുനഃസ്ഥാപനം വളരെ വേഗം വന്നു ചേരും. അങ്ങനെ നിന്റെ നീതി നിനക്ക് മുമ്പിൽ നടക്കുകയും യഹോവയുടെ മഹത്വം നിനക്ക് പിന്നിൽ കാവലായിരിക്കുകയും ചെയ്യും. അപ്പോൾ നീ നിലവിളിക്കും, യഹോവ ഉത്തരമരുളും. നീ സഹായത്തിനായി നിലവിളിക്കും, ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി പറയും. മർദ്ദനത്തിന്റെ നുകവും ആരോപണത്തിന്റെ വിരലും ഏഷണി പറയുന്നതും നിങ്ങൾ ഉപേക്ഷിച്ചാൽ വിശക്കുന്നവർക്കായി നിന്നെ തന്നെ വ്യയം ചെയ്യുകയും മർദ്ദിതരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിങ്ങളുടെ വെളിച്ചം ഇരുട്ടിൽ ഉദിക്കുകയും നിങ്ങളുടെ രാത്രി മധ്യാഹ്നം പോലെയാകുകയും ചെയ്യും. യഹോവ നിന്നെ നിരന്തരം വഴി നടത്തും. വരൾച്ചയുള്ള ദേശത്ത് അവിടുന്ന് നിന്റെ പ്രാണന് തൃപ്തി വരുത്തുകയും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ മതിയായി വെള്ളം കിട്ടിയ തോട്ടം പോലെയും വെള്ളം നിന്നു പോകാത്ത നീരുറവ പോലെയും ആകും. നിന്റെ വംശജർ ശൂന്യമാക്കപ്പെട്ട പുരാതന നഗരങ്ങൾ പുനർനിർമ്മിക്കും. ചില പുരാതന അടിസ്ഥാനങ്ങൾ നീ പണിതുയർത്തും. നിനക്ക് തകർന്ന മതിലുകൾ നന്നാക്കുന്നവനെന്നും പാർക്കാനുള്ള തെരുവുകൾ പുനരുദ്ധീകരിക്കുന്നവനെന്നും പേരുണ്ടാകും. യെശയ്യാവ് 58:8-12 വരെയുള്ള വാക്യങ്ങൾ. ദൈവഹിതപ്രകാരം ഉപവസിക്കുന്നവർക്ക് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ കുറച്ചു കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ എടുത്തു പറയുന്നത്. അതാണ് നീതി, മഹത്വം, പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം, മാർഗനിർദ്ദേശം, പുനഃസ്ഥാപനം. ദൈവഹിതം അനുസരിച്ച് ഉപവസിക്കുന്നവർക്ക് മാത്രമുള്ള വാഗ്ദത്തങ്ങളാണിത്. ഉപവസിക്കേണ്ട കാരണം എന്താണ്? ഉപവാസത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഉപവസിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ഉപവസിക്കാനുള്ള ആദ്യ ബൈബിൾ കാരണം എന്താന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുക്കുക എന്നതാണ്. ദൈവത്തോട് അടുത്തു വരിക, അപ്പോൾ അവിടുന്ന് നിങ്ങളോട് അടുത്തു വരും. യാക്കോബ് 4:8 ഉപവസിക്കാനുള്ള രണ്ടാമത്തെ കാരണം ദൈവവചനം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ദൈവഹിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ജീവിതത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം സ്വീകരിക്കുക എന്നതാണ്. എസ്രാ പറഞ്ഞു, ദൈവം മുമ്പാകെ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തേണ്ടതിനും സകല സമ്പാദ്യങ്ങളുമായുള്ള ഈ യാത്രയിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുട്ടികളുടെയും സുരക്ഷിതത്വത്തിനു വേണ്ടി യാചിക്കേണ്ടതിനും അഹാവ നദിക്കരികെ ഞാനൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എസ്രാ 8:21 എത്ര നേരം ഉപവസിക്കണം, എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം ഉപവസിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒറ്റയടിക്ക് ഒരുപാട് ദിവസം ഉപവസിക്കരുത്. ആദ്യം തന്നെ ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 40 ദിവസം എന്നിങ്ങനെ ഉപവസിക്കാൻ തുടങ്ങരുത്. ചിലരങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പതുക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം പെട്ടെന്ന് 40 ദിവസത്തെ ഉപവാസം എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരുപക്ഷെ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇനി ഒരിക്കലും ശ്രമിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ചെയ്തു തുടങ്ങുന്നതായിരിക്കും ഉചിതം. ആദ്യം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക. ഒരു ദിവസം അവസാന ഭക്ഷണമായിട്ട് വൈകിട്ട് 6 മണിക്കോ അല്ലെങ്കിൽ 6:30 കഴിക്കുക. അതിനുശേഷം ഒന്നും കഴിക്കാതിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയാകുമ്പോൾ കഴിക്കുക. അപ്പോൾ തന്നെ ഏകദേശം 14 മണിക്കൂർ നിങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞു. സത്യത്തിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ 2 നേരത്തെ ഭക്ഷണം, അതായത് ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവും ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ 24 മണിക്കൂർ നിങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞു. അതിലൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം കൂടി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഏത് സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിനോട് ചോദിക്കുക. പിന്നെയും പറയുന്നു, ഒറ്റയടിക്ക് 7, 21 അല്ലെങ്കിൽ 40 ദിവസമൊന്നും എടുക്കരുത്. ആദ്യം 2-3 ദിവസം എടുക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങൾ ഒരാഴ്ച ഉപവസിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതഗതിയിൽ തന്നെ കാര്യമായ സ്വാധീനം ചെലുത്തും. അതിനുശേഷം ഒരുപാട് ദിവസം നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റും. ബൈബിളിൽ പല ആളുകളും 40 ദിവസം ഉപവസിച്ചതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ദൈവഹിതപ്രകാരം കുറച്ച് ദിവസമാണെങ്കിലും ഉപവസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമാണോ? ഉപവാസത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എത്ര നേരം ഉപവസിക്കുന്നു എന്നത് വലിയ കാര്യമൊന്നുമല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യം കുറച്ചു നേരം മാത്രം ഉപവസിച്ച് ശീലിക്കുക. അതിനുശേഷം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദിവസവും സമയവും ഉപവസിക്കാൻ പറ്റും. ഉപവസിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഉപവസിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കാനോ
പ്രാർത്ഥിക്കാനും കൂടുതൽ സമയം എടുക്കുക. ആദ്യം തന്നെ ബൈബിൾ വായിക്കുന്നതായിരിക്കും ബുദ്ധി. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ആത്മാവിനെ അഭിഷേകം ചെയ്യുന്നു. അത് നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ ചിന്തകളുമായിട്ട് ഏകീകരിക്കും. ബൈബിൾ വായിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫലപ്രദമായിട്ട് ഏകാഗ്രതയോടും കൂടെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി എങ്ങനെ ഉപവസിക്കണമെന്നത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.